മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. വിഷയം ഇരുസഭകളിലും ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലെ ധാരണ. പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചാൽ മറുപടി പറയാമെന്ന നിലപാടിലാണ് ഭരണപക്ഷം. രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പാർലമെന്റിന്റെ തുടക്കം മുതൽ തന്നെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇക്കുറി ഭരണപക്ഷം അത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേട് വലിയ തോതിൽ ചർച്ചയാവുന്നതാണ്. രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു പലയിടത്തും. അത് ABVP ഉൾപ്പെടെ സർക്കാരിനെതിരെ രംഗത്തെത്തിയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ നീറ്റ് ക്രമക്കേട് സഭയിൽ ഉന്നയിക്കുമ്പോൾ അത് എങ്ങനെ മറുപടി നൽകുമെന്നുള്ളതാണ്. രഞ്ജിത്ത്, സഭാ സമ്മേളനം ആരംഭിച്ച് ഇന്ന് 5ാം ദിനമാണ്. ഇതിൽ ആദ്യ 2 ദിവസം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരുന്നു. 3ാം ദിനം സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്നലെ രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം ഉന്നയിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സത്യപ്രതിജ്ഞയ്ക്കിടയിലൊക്കെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നീറ്റ് എന്ന അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ഇന്നലെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുമ്പോൾ ഈ വിഷയം പരാമർശിച്ചപ്പോഴും നീറ്റ് എന്ന അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. പക്ഷേ ഇന്ന് ഏതായാലും അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. 2 സഭകളിലും ഇത്തരത്തിൽ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ നീറ്റ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണം, ഇരുസഭകളിലും ഉന്നയിക്കണമെന്ന ധാരണയിലെത്തിയിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി ആയിരിക്കും ഒരുപക്ഷെ ഈ വിഷയം ഉന്നയിക്കുക. മറ്റംഗങ്ങളും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നുണ്ട്. സർക്കാർ പക്ഷേ ഈ വിഷയത്തിൽ തയ്യാറാണ്, മറുപടി പറയാൻ തയ്യാറാണെന്ന നിലപാടിലാണ്. പക്ഷേ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചേക്കില്ല. മറിച്ച് നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ വിഷയം വരികയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി പറയും എന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. കാരണം സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഉന്നതതല സമിതിയെ നിയോഗിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന എല്ലാ നടപടികളും വിശദീകരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സഭ ഇന്ന് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. എൽദോ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്.